കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിനാവശ്യമായ താൽക്കാലിക ജീവനക്കാരുടെ അഭിമുഖം ഇക്കരെ കൊട്ടിയൂരിൽ നടന്നു. 750-ലധികം ആളുകളാണ് അഭിമുഖത്തിനായി എത്തിയത്. ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിൽ ആയാണ് നിയമനങ്ങൾ നടത്തുന്നത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിന് ആവശ്യമായ താൽക്കാലിക ജീവനക്കാരുടെ അഭിമുഖമാണ് ഇക്കരെ കൊട്ടിയൂരിൽ നടന്നത്. കൊട്ടിയൂർ ദേവസ്വം ചെയർമാൻ തിട്ടയിൽ നാരായണൻ നായരുടെ നേതൃത്വത്തിൽ ട്രസ്റ്റിമാരായ ആക്കൽ ദാമോദരൻ നായർ, എൻ പ്രശാന്ത്, എക്സിക്യൂട്ടീവ് ഓഫീസർ കെ ഗോകുൽ, മാനേജർ കെ നാരായണൻ എന്നിവരുടെ സംഘമാണ് അഭിമുഖം നടത്തിയത്. 750-ലധികം ആളുകളാണ് അഭിമുഖത്തിനായി എത്തിയത്. എന്നാൽ 300-നും 450-നും ഇടയിലുള്ള ആളുകളെയാണ് ഇക്കരെയും അക്കരെയും താൽക്കാലിക ജീവനക്കാരായി നിയമിക്കുന്നത്. ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിലായാണ് നിയമനങ്ങൾ നടത്തുന്നത്. നിസ്വാർത്ഥ സേവകരായി എത്തിയ ആളുകളും അഭിമുഖത്തിൽ പങ്കെടുത്തു. ഓരോ കാറ്റഗറിയിലും ആളുകാരെ പറ്റിയ ആൾക്കാരെയാണ് സെലക്ട് ചെയ്യുന്നത്. ഭക്ഷണം പാകം ചെയ്യാനുള്ളവരെ അവർ പ്രത്യേകം, അല്ലാതെ കമ്പ്യൂട്ടർ പരിചയമുള്ളവരെ അങ്ങനെ, അല്ല ക്ലീനിങ് തൊഴിലാളികൾ അങ്ങനെ ഓരോ ഭാഗത്തുള്ള ആൾക്കാർ പ്രത്യേകം സെലക്ട് ചെയ്ത് അടുത്ത ദിവസം തന്നെ അധികം താമസിയാതെ തന്നെ പേര് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. ഇതിൽ ടെക്നിക്കൽ, നോൺ ടെക്നിക്കൽ വിഭാഗങ്ങളിലായിട്ടാണ് ആൾക്കാരെ നിയമിക്കുന്നത്, മുൻ വർഷങ്ങളിലെ പോലെ തന്നെ. പിന്നെ ഇതിൽ എടുത്തു പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, നിസ്വാർത്ഥ സേവകരായിട്ട് വരുന്ന ആൾക്കാർ കൂടെയുണ്ട്. കാശൊന്നും ആവശ്യപ്പെടാതെ ഭഗവാന് സേവനം അർപ്പിക്കാൻ വേണ്ടി വരുന്ന കൂട്ടർ ഇതിൻ്റെ ഇടയിലുണ്ട്. മണിത്തറ ഡ്യൂട്ടി, ക്ലോക്ക് റൂം, വഴിപാട് കൗണ്ടർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലാണ് ആളുകളെ നിയമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പേരാവൂർ.